ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മെയ് ആണ്. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഒരു ഗ്രോസറി മീൽ പ്ലാനിങ്ങും ഗ്രോസറി ഷോപ്പിങ്ങും ഗ്രോസറി ഹോളും അതിനോടൊപ്പം തന്നെ ഒരു വീക്കിലി റീസെറ്റും ഗ്രോസറിയിൽ എങ്ങനെ നമുക്ക് അടുക്കളയിൽ എങ്ങനെ കുറച്ചധികം പണം ലാഭിക്കാമെന്ന് കാണിക്കുന്ന കുറച്ച് ടിപ്സൊക്കെ കൂട്ടിയിട്ടുള്ള വീട്ടമ്മമാർക്കും തിരക്കുള്ള പാരൻസിനും ഒക്കെ ഉപകാരപ്പെടുന്ന തരത്തിലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ആഴ്ചയിൽ 5 ദിവസം ജോലിയുണ്ട്. 7 മണിക്കൂർ പെർ ഡേ. അതിൽ ഫ്രൈഡേ മിക്കവാറും വർക്ക് ഫ്രം ഹോം. ഒരു 11 മണിക്ക് പിള്ളേരിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ലീവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം എന്നാലും അത് ഞാൻ എന്താ പറയുക, ഒരു 4 o'clock വരെ അവൈലബിൾ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് ശനി ഞായറും നമുക്ക് കംപ്ലീറ്റ്ലി ഓഫാണ്. പക്ഷേ എനിക്ക് ഫ്രൈഡേ നമുക്കൊരു കാം ഡേ. ഫ്രൈഡേ ആഫ്റ്റർനൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമെയിൽ അയയ്ക്കുക, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, ഒന്നും നമ്മുടെ വർക്ക് പ്ലേസിൽ അത്രയ്ക്കും ഒരു ഭയങ്കര എമർജൻസി ഒക്കെ ഉണ്ടല്ലോ. ഫ്രൈഡേ ആഫ്റ്റർനൂൺ നമ്മൾ ആൾക്കാർക്ക് പണി കൊടുക്കുകയുള്ളൂ, ഇങ്ങോട്ട് പണി കിട്ടുകയുള്ളൂ. അപ്പം ഒരു 2.5 ദിവസത്തോളം നമുക്ക് വീക്കിലി ഒരു റിലാക്സിങ് ആണ് എന്ന് പറയാം. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ക്ലീനിങ് എല്ലാം വീക്കിലി എല്ലാ ഡേയ്സിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കും. അപ്പം ഞാൻ 9 to 4 വരെയാണ്. ഇതിനു മുമ്പ് കുറച്ച് നാൾ 8 to 3 ആയിരുന്നു. അങ്ങനെ പല നമുക്ക് 8 hours അല്ല കേട്ടോ, 7 hours ആണ് വർക്കിംഗ് ആവുന്നത്. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും വർക്കിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ എവിടെയാണ് നമ്മുടെ വീട്ടിലെ പണികൾ ചെയ്യുന്നത് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതനുസരിച്ച് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ ഷിഫ്റ്റ് വർക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ചില ദിവസങ്ങൾ ഓഫ് കിട്ടും, ആ ദിവസങ്ങളിലേക്ക് പ്ലാൻ ചെയ്യുക. എന്നെ സംബന്ധിച്ച് എനിക്ക് 4 മണിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു, അവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ക്ലീനിങ് ടാസ്കുകളൊക്കെ എല്ലാ ദിവസവും കുറച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വീക്കെൻഡിൽ ഭയങ്കരമായ ഡീപ്പ് ക്ലീനിങ്ങുകളില്ല. പക്ഷേ ഫ്രിഡ്ജൊക്കെ ഞാൻ വീക്കെൻഡിലാണ് ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പം വീക്ക്ലി റീസെറ്റിൻ്റെ ഒരു പാർട്ടിൽ വീക്കെൻഡ് ചെയ്യുന്നതാണ് ഫ്രിഡ്ജ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വീക്കിൽ നമ്മുടെ വീക്കിൻ്റെ അവസാനം ഫ്രിഡ്ജ് ഓൾമോസ്റ്റ് കാലിയാകും. അങ്ങനെയാണ് നമ്മൾ മീൽ പ്ലാൻ ചെയ്തേക്കുന്നത്. ഫ്രിഡ്ജ് കാലി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സാധനവും ഇല്ലെന്നല്ല. നമ്മുടെ പ്രൊഡ്യൂസ്, പാല്, മുട്ട, അങ്ങനത്തെ പെരിഷബിളായിട്ടുള്ള സാധനങ്ങളൊക്കെ തീർന്നുണ്ടാവും. അല്ലാതെ സോസുകൾ, അങ്ങനത്തെ കുറച്ച് ഇപ്പം നാരങ്ങ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ ക്യാരി ഫോർവേഡ് ഉണ്ടാവും, നെക്സ്റ്റ് വീക്കിലൊക്കെ കൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജ് തുറന്നിട്ട് ഇനി എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഉണ്ടോ, ഇനിയിപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഫ്രിഡ്ജിൻ്റെ എല്ലാ സാധനങ്ങളിലും നമ്മുടെ കൈയും കണ്ണും ഒന്ന് എത്തുന്ന പോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും. അപ്പോൾ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് നമ്മൾ സ്പ്രിങ്ങിലൊക്കെ ഫ്രിഡ്ജും കൊണ്ട് വലിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നല്ലാണ്ട് വേറൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരാറില്ല. പിന്നെ ഞാനപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തൊക്കെ ഇനി മിച്ചമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടതുണ്ടോ, എന്താ പറയുക, പാത്രങ്ങളിൽ എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം എടുത്ത് കളയട്ടും. മിക്കവാറും അങ്ങനെ ഉണ്ടാവാറില്ല, കാരണം നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ. ഇനി കൂടിപ്പോയാൽ ഉണ്ടാവുന്നത് ബട്ടർ, ചീസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ സൈഡിലത്തെ ഡോറിൻ്റെ അവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടി, തേങ്ങാപ്പാൽ, സോസുകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷേ അതൊക്കെ എല്ലാ വീക്കിലും നമ്മുടെ കണ്ണൊന്ന് ഓടിക്കുമ്പോൾ നമുക്കറിയാം ഇനി തികയോ, ഈ ആഴ്ചത്തേക്ക് തികയോ, നമ്മൾ ഇനി ഇടയ്ക്ക് കടയിൽ പോകേണ്ടി വരുമോ. ഇപ്പം മാക്സിമം ഈ ഒന്നരാടനൊക്കെ കടയിൽ പോകുന്നത് ഒഴിവാക്കുന്നതാണ് നമുക്ക് ഗ്രോസറി ബില്ല് സേവ് ചെയ്യാൻ നല്ലത്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരു പാല് മേടിക്കാൻ മാത്രമായിട്ട് പോയാൽ അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് വേറെ എന്തെങ്കിലും ഇതും കൂടെ അത്യാവശ്യം എന്ന് തോന്നുന്നത്. അപ്പം മുന്നേ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ വീക്കിലി വൺസ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു വീക്കിൻ്റെ അവസാനം ആ ഒരു വെള്ളിയാഴ്ച ശനിയാഴ്ച മേടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഗ്രോസറി ലാഭിക്കുന്നതിൻ്റെ ഒന്നാമത്തേത് മീൽ പ്ലാനിങ് ആണ്. നമ്മൾ ഒത്തിരി തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ടാമത്തത് ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോകാനുള്ളത് അവോയ്ഡ് ചെയ്യുന്ന വിധത്തിൽ മീൽ പ്ലാൻ ചെയ്യും. അപ്പം നമുക്കറിയാം, പാല് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടുതൽ പാൽ മേടിക്കുക. നമുക്ക് എക്സ്പയറി കാണാമല്ലോ, പാലിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഒക്കെ എക്സ്പയറി കാണാം. ഇനി നമ്മൾ ഇങ്ങനെ എന്താ പറയുക, നാട്ടും പുറത്തൊക്കെയാണ് നമ്മൾ പശുവിനെ കറന്ന് അങ്ങനെ മേടിക്കാൻ ആ ഒരു സിസ്റ്റം വേറൊരു സിസ്റ്റമാണ്. പക്ഷേ ഇവിടെയൊക്കെ മോസ്റ്റ്ലി നമുക്ക് ഒരാഴ്ചയ്ക്ക് മേളിൽ പാലിന് എക്സ്പയറി ഉണ്ടാവും. അത് കാരണം പാസ്ചറൈസ്ഡ് ആണ്, അവർ സ്റ്റെറിലൈസ് ചെയ്തിട്ട് പാക്കിലാക്കിക്കൊണ്ടിരുന്ന മിൽക്കാണ്. അപ്പോൾ ഈ 2 ടിപ്പ് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് ഈ ഫ്രിഡ്ജ് ക്ലീനിങ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഗ്രോസറി ലാഭിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനാണ്. അതിനകത്ത് ബാക്ടീരിയാസും സാധനങ്ങളും ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയാസ് ഒന്നും വളരാതിരിക്കാനുള്ളതെന്ന് പറഞ്ഞാലും നമ്മൾ സാധനങ്ങളൊക്കെ പൂക്കണ പോലെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ തുമ്പും മുക്കും മൂലയും നമ്മുടെ കൈ ഒന്ന് എത്തണം. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് വിനെഗറും
ഒരു ലൂക്ക് വാം വാട്ടറും കൂടെ ഈക്വൽ പാർട്സ്, അപ്പോൾ 1 കപ്പ് വിനെഗറിന് 1 കപ്പ് ലൂക്ക് വാം വാട്ടർ കൂടെ മിക്സ് ചെയ്യും. അത് ഉപയോഗിച്ചിട്ട് ഒരു മൈക്രോഫൈബർ ക്ലോത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് തുടച്ചെടുക്കുക ചെയ്യുക. അത് കൂടാണ്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സോഡ ബൈകാർബ് വയ്ക്കാം കേട്ടോ. അപ്പോൾ സോഡ ബൈകാർബ് നമുക്ക് ഫ്രിഡ്ജിന് തന്നെ അവർ ഉണ്ടാക്കിയേക്കുന്ന അത് വയ്ക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ സോഡ ബൈകാർബ് ലൂസായിട്ട് മേടിച്ചിട്ട് ചെറുതായിട്ട് തുറന്ന ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൻ്റെ ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡൊക്കെ വന്നിട്ട് ഫ്രിഡ്ജ് നാച്ചുറലി അങ്ങ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. നമുക്കിവിടെ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റുന്ന സ്ലോ ആയിട്ട് കുറച്ച് റിലീസാവുന്ന പോലെ സോഡ ബൈകാർബിൻ്റെ പാക്കറ്റ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിപ്പം ഈ ഡീപ്പ് ക്ലീനിങ് വീക്കെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാലും ഇന്നിപ്പോൾ ഫ്രിഡ്ജ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഡോറിനകത്തൊക്കെ ഇങ്ങനെ കുറച്ച് മുക്കിലൊക്കെ എന്തൊക്കെയോ വീണതോ ഒക്കെ ചെറുതായിട്ട് ഇച്ചിരി കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ആ പീസ് ഊരിയെടുക്കാമേ. ഡോർ ആസിച്ചല്ല, അതിനകത്ത് ഇൻസേർട്ട് ചെയ്തേക്കുന്ന പീസ് ഊരിയെടുക്കാം. ഇത് ഈ ഒരു ഗ്ലാസ് ഡോറിൽ നമ്മൾ നോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ കാണാം. അപ്പം നമുക്ക് ഫ്രിഡ്ജ് തുറന്നിട്ട് തപ്പാതെ ഫ്രിഡ്ജ് ഇങ്ങനെ നോക്ക് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് ലൈറ്റ് കത്തുന്ന പുറകെ നിന്ന് കാണുമ്പം അപ്പോൾ തന്നെ നമുക്കറിയാം എവിടെയൊക്കെ സാധനങ്ങളെന്ന്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതാണ് ശരിക്കും എന്താ പറയുക, അത്ര അത്യാവശ്യമുള്ളതല്ല. എന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് തപ്പാണ്ട് പുറത്തുനിന്ന് തന്നെ കണ്ടിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ കേടായി പോകുന്നതിനുള്ള സാധ്യതകൾ കുറവാണ്. ആവശ്യമില്ലാതെ നമ്മൾ കുറേ നേരം തുറന്ന് വെക്കില്ലല്ലോ. അപ്പോൾ ഈ ഡോറിൽ നിന്ന് അതിൻ്റെ മറ്റ് ഡോർ പീസ് എടുത്ത് വെച്ചു, അതെല്ലാം ക്ലീനാക്കി. അപ്പോൾ ഇങ്ങനെ ക്ലീനാക്കുന്ന സമയത്ത് നമ്മുടെ ഗ്ലാസും പിന്നെ ആ ഒരു വൈറ്റ് കളറുള്ള സൈഡിലത്തെ സാധനം ഉണ്ടല്ലോ, അതിന് ഇടയ്ക്ക് കൂടെ ഒക്കെ ഒന്ന് ആ വിനാഗിർ തൊട്ടിട്ടൊന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു തരത്തിലുള്ള റെസിഡ്യൂസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കുന്നത്. നല്ലൊരു ഞാൻ മുന്നേ പറഞ്ഞ പോലെ ക്ലെൻലിനെസ്, ഫ്രിഡ്ജിനകത്ത് ക്ലെൻലിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി കുറച്ചൊക്കെ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുന്നവരാണ്, ഫ്രിഡ്ജിൽ കുക്ക് ചെയ്തിട്ടൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കുക നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങളുടെ ഫുഡ് കേടായി പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രിഡ്ജ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, ഫ്രിഡ്ജിൽ നമ്മളൊന്നും തുറന്ന് വെക്കരുത്. എന്ത് ഫുഡാണേലും ലെഫ്റ്റ് ഓവർ ആണേലും എന്തെങ്കിലുമൊക്കെ ഉള്ളതിൻ്റെ ബാക്കിയോ പാലോ എന്ത് വെച്ചാലും അടച്ചിട്ട് വേണം വെക്കാൻ. ഈ ഫ്രിഡ്ജെന്ന് പറയുന്നത് എല്ലാം സൂക്ഷിച്ച് വെക്കാനുള്ള സ്ഥലമെന്ന് പറഞ്ഞാലും അത് അടച്ച് വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയാണ്ട് ഗ്രോസറി ലാഭിക്കാം. നമ്മുടെ പാല്, തൈര് അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്ന സാധനങ്ങളൊന്നും കേടായി പോകുന്നില്ലല്ലോ. ഇനി മീൽ പ്ലാനിലോട്ട് വരാം. മീൽ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫ്രിഡ്ജിനകത്ത് ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്. പിന്നെ നമ്മൾ പാൻട്രി ഉണ്ട്. പാൻട്രി ഇപ്പം ഇന്ന് കാണിക്കുന്നില്ല. അതും വല്ലപ്പോഴും ഒരിക്കലും മാത്രമേ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാറുള്ളൂ. പക്ഷേ സാധനങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കും, എന്തൊക്കെയുണ്ട്, ആവശ്യത്തിനുണ്ട്, പരിപ്പ്, പയറ്, കടല, ഉഴുന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കും. എന്നിട്ടാണ് നമ്മൾ വീക്ക്ലിയിലോട്ടുള്ള ഗ്രോസറി ലിസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു വീക്ക്ലി പ്ലാനറാണ്. ഇത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിള്ളേർക്കൊക്കെ ആ ദിവസം എന്താണ് ലഞ്ചിന് കൊണ്ടുവന്നത്, എന്താണെല്ലാം എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ട് വരണ്ട, പോയി നോക്കിയാൽ മതി. പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എഴുതി വെക്കും. അപ്പോൾ എഴുതി വെക്കാൻ ഈ മീൽ പ്ലാനിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. നമ്മളൊരു 10 മീൽ പ്ലാൻ ചെയ്തെന്ന് വെച്ചോ, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് തന്നെ ഇങ്ങോട്ട് കോപ്പി അടിച്ചാൽ മതി. നമ്മൾക്ക് ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഇതൊരു ബുദ്ധിമുട്ട്. ഞാനിപ്രാവശ്യം മീൽ പ്ലാനിൻ്റെ ആ ഒരു ഇത് ഇവിടെ ഒരു ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ഇഷ്ടമാണ്, എന്തൊക്കെയായിരിക്കും ഐഡിയാസിനൊക്കെ വേണ്ടി അങ്ങനെ ഇൻസേർട്ട് ചെയ്തെന്നേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് അതിൽ നോക്കാം. എന്നിട്ട് നമ്മളിനി ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ വളരെ കുറച്ച് സാധനങ്ങളുള്ളെങ്കിൽ ഞാൻ വെള്ളിയാഴ്ച ഒക്കെ പോയിട്ട് മേടിച്ചിട്ട് വരും കേട്ടോ. ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇനി കുറച്ചേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ വെള്ളിയാഴ്ചയോടുകൂടി നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കലും അതല്ലെങ്കിൽ മീൽ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ശനിയാഴ്ചത്തേക്ക് വയ്ക്കും. അപ്പം മുന്നേ പറഞ്ഞ മീൽ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ജീവിതത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞുള്ള സമയത്തൊന്നും മീൽ പ്ലാൻ ഒന്നും ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് അറിയത്തന്നെ കാരണം രാവിലെ എണീക്കുന്നു, ഇന്നെന്ത് വേണം, അങ്ങനെയൊക്കെയായിരുന്നു. പിള്ളേരൊക്കെ ആയിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ധാരണയാവുന്നത്. പക്ഷേ ഇപ്പം യങ് ആയിട്ടുള്ള കപ്പിൾസും എല്ലാവരും കുറച്ചും കൂടെ കോൺഷ്യസ് ആണ്. നമ്മൾ എന്ത് കഴിക്കുന്നതിനെക്കുറിച്ച് കോൺഷ്യസ് ആണ്, എന്ത് ചിലവാക്കുന്നതിനെക്കുറിച്ച് കോൺഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ മീൽ പ്ലാൻ ഇപ്പോൾ കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ഉപയോഗിക്കാത്തൊരു ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. ഒരു 3-4 ആഴ്ചകളിൽ പ്ലാൻ ആയിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്ലാൻ അങ്ങ് റീസൈക്കിൾ ചെയ്യുക. അതൊരു പണി, ഒരു 5 മിനിറ്റ് കൊണ്ട് തീരുന്ന പണിയാണ്.
എല്ലാം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. ഇനി ഇതൊക്കെ ഞാൻ എന്തായാലും വീഡിയോ എടുത്താലും ഇല്ലെങ്കിലും നിരത്തി വയ്ക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, നിങ്ങൾക്ക് അവന്മാർക്ക് മിക്കവാറും അനുഭവം ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാ സാധനങ്ങളും വെക്കാനൊരു സ്ഥലം ഉണ്ട്. നമ്മുടെ എന്തെവിടെ വെക്കണം എന്നൊക്കെ ഒരു ധാരണ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഞാൻ ചിലപ്പോൾ നോക്കുമ്പോഴത്തേന് എണ്ണയൊക്കെ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചേക്കുന്ന കാണാം, ഈ സ്ഥലം തെറ്റിയിട്ട്. ഞാൻ തന്നെയാണെന്നാണ് ഇവർ പറയുന്നതെങ്കിലും എനിക്ക് എന്നെ തന്നെ അത്ര വിശ്വാസമില്ല. എന്തായാലും ഞാൻ ആദ്യം നമ്മളെല്ലാ സാധനവും നിരത്തി നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിലോട്ട് വെക്കും. എന്നിട്ടാണ് നമ്മൾ ഓരോന്നിനെയും അതിൻ്റേതായ സ്ഥലങ്ങളിലോട്ട് എല്ലാവരും കൂടിയിട്ട് മാറ്റി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ വെച്ചു. അതല്ലെങ്കിൽ എല്ലാ കൗണ്ടർ ടോപ്പിലും അവിടെയൊക്കെ നിരത്തി വെക്കും. എന്നിട്ട് ആദ്യം നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ട സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കും. അതിനുശേഷം നമ്മൾ പിന്നെ പാൻട്രിയിൽ വെക്കേണ്ട അങ്ങനെ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് നോക്കാമേ. ഇത് ഒരു സെലറി സ്റ്റോക്ക്, ഒരു ബഞ്ചാണ്. ഈ ഒരു ബഞ്ച് സെലറി 2 പ്രാവശ്യം സൂപ്പ് ഉണ്ടാക്കാനുണ്ടാവും. അപ്പം ഞാൻ എന്ത് സൂപ്പ് ഉണ്ടാക്കിയാലും സെലറി സ്റ്റോക്ക് ഇടുന്നത് ഇതാണല്ലോ. അപ്പം നമ്മളത് നന്നായിട്ട് കഴുകി അരിഞ്ഞിട്ട് 2 പാട്ടാക്കും. ഒരെണ്ണം ഇന്ന് സൂപ്പ് വയ്ക്കും, ബാക്കി ഞാനത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 3 ദിവസത്തിനൊക്കെ ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല. കുറച്ച് ലൈം മേടിച്ചിട്ടുണ്ട്, കായ മേടിച്ചിട്ടുണ്ട്. കായ അങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ കുറച്ച് കുക്കുംബർ മേടിച്ചിട്ടുണ്ട്. ഇത് ബീൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്കവാറും വെജിറ്റബിൾസ് ഫ്രഷ് മേടിക്കാനാണ് നമ്മുടെ മെനുവിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് മേടിക്കുക. ഇതിപ്പം കുറച്ച് ബെൽ പെപ്പേഴ്സ് ഗ്രീനും മേടിച്ചിട്ടുണ്ട്, പിന്നെ നല്ല കളറുള്ളതും മേടിച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. ഇത് കുറച്ച് ലെറ്റസ്, നമുക്ക് സാലഡ് ഉണ്ടാക്കണം, പിന്നെ ഒരു റാപ്പ് ഉണ്ടാക്കണം. അപ്പം സീസർ സാലഡ് ചിക്കനൊക്കെ ഇട്ടിട്ട് നമുക്കതൊരു സാലഡ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ 2 ദിവസം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ മൂത്ത മോനും ഇത് കൊണ്ടുപോകും. തോമസിനും ചെറുതിനും വേറെ സാധനങ്ങളൊക്കെ ഇഷ്ടം. ഇത് നമ്മുടെ കനേഡിയൻ കുമ്പളങ്ങയാണ് കേട്ടോ. നമ്മുടെ നാടൻ കുമ്പളങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ മണവും ഗുണവും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിയലിലിടാം, തോരൻ വയ്ക്കാം, സാമ്പാറിലിടാം, പരിപ്പ് കൂട്ടി വയ്ക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം 2 കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. ഒന്നൊരു ഉപ്പേരി പോലെ വയ്ക്കും, മെഴുക്ക് വരട്ടി പോലെ. പിന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പകുതി ഇടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. അപ്പം അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് മേടിച്ചാൽ നമ്മളത് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊരു ധാരണ വേണം. ഇനി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കാം. വഴുതനങ്ങ ഫ്രീസറിലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ, പെട്ടെന്ന് കേടാവുന്ന ഒരു ഐറ്റമാണ്. വഴുതനങ്ങ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ചെറി ടൊമാറ്റോസ് ഞാൻ നേരത്തെ കാണിച്ചുവല്ലോ, മല്ലിയില മേടിച്ചിട്ടുണ്ട്, സാമ്പാറൊക്കെ ഇടുന്നത് ഒരു ബഞ്ചൊക്കെ ഇട്ട് അങ്ങനെ തന്നെ മേടിച്ചു. ഈ ഒരു ബെൽ പെപ്പർ കളർ നേരത്തെ ഞാൻ ഗ്രീൻ കാണിച്ചുവല്ലോ, പിന്നെ ഈ കളറുള്ള ബെൽ പെപ്പറും. അപ്പം നമുക്ക് 2-3 റെസിപ്പികൾ സൂപ്പിനകത്തിടും, പിന്നെ നമ്മുടെ പാസ്തയ്ക്കകത്ത് ഇടണം, പിന്നെ നമ്മൾ ചിക്കൻ നൂഡിൽസ് ഹക്ക പോലെ ഉണ്ടാക്കുന്നതിലിടണം. എഗ്ഗ് മേടിച്ചിട്ടുണ്ട്. ഇതിൽ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഒരു വീക്കിലി കൂടുതൽ ഉപയോഗിക്കാനുണ്ടാവും കേട്ടോ. പിന്നെന്ത് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കറുമുറു സ്നാക്കിന് ഞാനിങ്ങനെ കുഞ്ഞു സ്നാക്ക് പാക്കറ്റിന് പകരം ബാഗ് ഇങ്ങനെ മേടിച്ചിട്ട് ഇത് മാറ്റി വെക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ശനിയാഴ്ച മേടിച്ചു ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ആകുമ്പോൾ പകുതി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പാൻട്രിയിൽ ഏറ്റവും മേളിൽ വെക്കും. അവർക്കറിയാം മേളിലുണ്ടെന്ന്, പക്ഷേ മേളിലിരിക്കുന്ന സാധനം സ്കൂളിൽ കൊണ്ടുപോകാനാണെന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നോളും. കുറച്ച് മിൻറ്റ് ഉണ്ട്. അപ്പോൾ ലൈം മേടിച്ചിട്ടുണ്ടല്ലോ, ലൈമും ഉണ്ട്, അല്ലാത്ത മടൽ ലെമണും 2 ഉണ്ട്. അപ്പോൾ തോമസ് ഇവർക്ക് മിൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രൈറ്റൊക്കെ ഒഴിച്ചിട്ട് സോഡ അടിച്ചു കൊടുക്കും കേട്ടോ. കൈപ്പയ്ക്ക ഇതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത് കിട്ടുക, അത് നമുക്ക് ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കാം. കൈപ്പയ്ക്കയും തേങ്ങയും അത് ഫ്രോസണാണ്. കുറച്ച് ആൽമണ്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം ചില ദിവസങ്ങളിൽ ഇത് ഒരു 3-4 കഴിച്ചിട്ടാണ് പോവാം. ഹെംപ് സീഡ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ സ്മൂത്തിയിലോ അല്ലെങ്കിൽ നമ്മൾ പോറിജ് ഉണ്ടാക്കുമല്ലോ, അതൊക്കെ യോഗട്ടിനകത്ത് എന്ത് വേണ്ടിയിട്ട് കഴിക്കാൻ നല്ലതാണ്. ഇത് കുറച്ച് ക്രൂട്ടോൺസ്, ഞാൻ നേരത്തെ ലെറ്റസ് കാണിച്ചില്ലേ, അപ്പോൾ അത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ കുറച്ച് ഇല മാത്രം കഴിച്ചാൽ ഒരു ഫില്ലിങ് ആവത്തില്ലല്ലോ. അപ്പോൾ ഒരു പിടി ക്രൂട്ടോൺസ് ഇടാം. ഈ ഒരു ചെറിയ റസ്ക് പോലെ കേട്ടോ ഇതിരിക്കുക. അവക്കാഡോ സാലഡിനകത്ത് ഇടാൻ വേണ്ടിയാണ്. അതിനൊപ്പം തന്നെ ചിക്കനും ഇടും, അപ്പോഴാണ് നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് വരാം. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഉച്ചയ്ക്ക് ഇനി വന്നിട്ടൊക്കെ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ബേക്ക് ചെയ്ത് ഒരു ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബാർബിക്യൂ. ഇത് നമ്മുടെ സോർഡോ ബ്രെഡാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടോസ്റ്റ് ഉണ്ടാക്കാനോ എന്ത് അവക്കാഡോ ടോസ്റ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. സാധാരണത്തിലുള്ള പഴം, അപ്പം നമ്മൾ സ്ഥിരമായി മേടിക്കുന്ന ഫ്രൂട്ടും വെജിറ്റബിളും ഒക്കെ തന്നെ ഓരോ ഫാമിലിയിലും ഉണ്ടാവുമല്ലോ. അത് തന്നെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ മേടിക്കുക, കഴിക്കാത്ത പരീക്ഷണത്തിന് മേടിക്കുമ്പോൾ കുറച്ച് മാത്രം മേടിക്കാം. ഈ മിഠായി തോമസിന് വർക്ക് പ്ലേസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹസ്ബൻഡിന് കുറച്ച് ഹണി മേടിച്ചിട്ടുണ്ട്. ഹണി പറഞ്ഞ പോലെ ജലദോഷം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഹണി ലെമണൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാടൻ ദഹി മേടിച്ചിട്ടുണ്ട്.
പിന്നെ ബീഫും ചിക്കനും മേടിച്ചിട്ടുണ്ട്. ആ ചിക്കന് 2-3 റെസിപ്പിക്കുണ്ട്. ബീഫ് ഒരു പാസ്തയ്ക്കുള്ളതാണ്. പിന്നെ 2 പനീർ മേടിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പനീർ കറിക്ക്. ഈ ഒരു ക്രീം വിപ്പിംഗ് ക്രീമാണ്. ഇത് പനീറിനകത്തൊക്കെ ഒഴിക്കാൻ നല്ലതാണ്. പിന്നെ ഞാൻ ഫെയർ ലൈഫിൻ്റെ ഒരു ഹോൾ മിൽക്കും മേടിച്ചു. ഇത് ബൽസാമിക്കിൻ്റെ ഗ്ലേസിങ് തരുന്നതാണ് കേട്ടോ. ഈ ഒരു സാലഡ് ഡ്രസ്സിങ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുറച്ചുകൂടെ തിക്കാണ്. അപ്പോൾ നമ്മുടെ ആ മറ്റേ സീസർ സാലഡായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഗ്ലേസിങ് ഉപയോഗിക്കാം. വൈറ്റ് വിനെഗർ, റെഡ് വിനെഗറാണ്, റെഡ് വൈനാണ്, പക്ഷേ കുക്കിങ്ങിനുള്ള വൈനാണ് കേട്ടോ. മുന്തിരിങ്ങ, അപ്പോൾ നമ്മൾ ഈ ഓറഞ്ച്, മുന്തിരി, പഴം ഇതാണ് ഇപ്പോൾ മേടിക്കുന്ന ഫ്രൂട്ട്. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ നേരത്തെ ഒരു കർമുറൂസിനൊക്കെ കാണിച്ചില്ല, അതിൻ്റെ ഒപ്പം പിന്നെ ഒരു ചെറിയ പോപ്കോണും. അപ്പോൾ അത് 2 ദിവസം മാറി മാറി കൊടുക്കാൻ വേണ്ടിയാണ്. ഇവർക്ക് ഒരു ഹോട്ട് ലഞ്ച് ഉണ്ടാവും, ഒരു ഫ്രൂട്ട് ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു കർമുറ സാധനം വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മോർണിംഗ് റൂട്ടീനിലൊക്കെ ഞാൻ ചിലപ്പം ലഞ്ച് ബോക്സുകൾ കാണിക്കാറുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ ഓറഞ്ച് നല്ലതായിരുന്നു കേട്ടോ. കുറച്ച് ഓറഞ്ച് മേടിച്ചു. പിന്നെ ഇത് പറഞ്ഞാൽ നമ്മുടെ സവോള മേടിച്ചു. അപ്പോൾ ഇതിൽ കുറേ ഫ്രൂട്ടും വെജിറ്റബിൾസും ഒക്കെ മിക്കവാറും പെട്ടെന്ന് തീരും. ചിക്കൻ അങ്ങനത്തെ ഒക്കെ. തൈരൊക്കെ 2 ആഴ്ചത്തേക്ക് ഉണ്ടാവും. നമ്മളവിടെ ചീസ് ആ സൈഡിലിരിക്കുന്നുണ്ട്, അത് 2 ആഴ്ചത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കതനുസരിച്ച് അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ വീണ്ടും ഫ്രിഡ്ജ് നോക്കിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എന്ത് മേടിക്കണം, എന്ത് മേടിക്കണ്ട എന്നുള്ളത്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഗ്രോസറി മണി സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നമ്മൾ കടയിൽ ചെന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തോന്നി മേടിക്കാതെ വീട്ടിൽ നിന്ന് തന്നെ ഒരു പ്ലാനാക്കി പോകാം. അപ്പോൾ ഇടയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ, അങ്ങനെ ആണെങ്കിൽ കടയിൽ ചെല്ലുമ്പം ചില സാധനങ്ങൾക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾക്ക് ഭയങ്കര വിലയും നമ്മുടെ ലിസ്റ്റില്ലാത്ത സാധനങ്ങൾക്ക് ഭയങ്കര വില കൂടുതലും ആണെങ്കിൽ അതപ്പം നമ്മൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു ബീഫിനാണ് ചിക്കനേക്കാളിലും വില കുറവെങ്കിൽ അപ്പോൾ നമ്മൾ ബീഫ് മേടിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. എന്നാലും നമുക്ക് ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്ന ഒരു കാര്യം. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ടും ഞങ്ങളുടെ ആ ഒരു ഗ്രോസറി ബഡ്ജറ്റ് വെച്ചിട്ടല്ല നമ്മൾ പോകുന്നതെങ്കിലും നമുക്കതറിയാമല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന കാശ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് കുറേ അധികം ആൾക്കാർക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇട്ടേക്കുന്ന വീഡിയോസൊക്കെ ഞാനിപ്പോൾ കുറച്ചായിട്ട് തുടർച്ചയായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ അധികം കാലം കൂടിയിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ പഴയ വീഡിയോസൊക്കെ കണ്ട് നോക്കാൻ മറന്നു പോരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വെൽക്കം. ഞാൻ ഈ ഒരു ചാനലിൽ മോസ്റ്റ്ലി മദർഹുഡ് റിലേറ്റഡ്, റുട്ടീൻ, ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനത്തെ സ്റ്റൈൽ വീഡിയോസ്, വല്ലപ്പോഴും സിറ്റ് ഡൗൺ വീഡിയോസ് അങ്ങനത്തെയൊക്കെയാണ് ചെയ്യുന്നത്. അത്തരം വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.